നമസ്കാരം. വെള്ളത്തിൽ നിന്നുള്ള അസുഖങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വെള്ളത്തിൽ നിന്നുള്ള അസുഖങ്ങൾ നമുക്ക് പല വിധത്തിലാണ്. മലിനമായ വെള്ളം ആഹാരത്തിലും കുടിവെള്ളത്തിൻ്റെ രൂപത്തിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന ചില അസുഖങ്ങളുണ്ട്. ഈ മലിനമായ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വരുന്ന ചില അസുഖങ്ങളുണ്ട്. പിന്നെ നമ്മൾ ശുചിയല്ലാത്ത വെള്ളത്തിൽ മുഖം കഴുകുമ്പോഴും കൈ കഴുകുമ്പോഴും ഒക്കെ തന്നെ വരുന്ന ചില അസുഖങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ ജലത്തിൽ നിന്ന് വരുന്ന അസുഖങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കൊതുകുകൾ വെള്ളത്തിലാണല്ലോ പെരുകുന്നത്. അപ്പോൾ കൊതുകുജന്യ അസുഖങ്ങളും മഴക്കാലത്ത് കൂടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ 3-4 കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ ജലജന്യ രോഗങ്ങൾ ജലത്തിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളെ തരംതിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് മലിനമായ ജലം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുകയോ കുടിക്കുകയോ ചെയ്യുമ്പോൾ വരുന്ന രോഗങ്ങളാണ്. അത് നമുക്കറിയാം. കോളറ മുതൽ ടൈഫോയിഡ് മുതൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വരെ എത്തി നിൽക്കുന്ന പല ബാക്ടീരിയലും വൈറലും പ്രോട്ടോസോവൽ എന്ന് പറയുന്ന അസുഖങ്ങളും ഉണ്ട്. അതിൽ അമീബിക് ഡിസെൻട്രി അങ്ങനെയുള്ള പല വയറിളക്ക രോഗങ്ങളും വൈറസ് മൂലമുള്ളതും ഒക്കെ ആയിട്ടുള്ളത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധി ഒന്നാണ് കൃത്യമായി വൃത്തിയുള്ള വെള്ളം ഉപയോഗിക്കുക. പാചകത്തിന് ഉപയോഗിക്കുമ്പോഴും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോഴും ഒന്നെങ്കിൽ നല്ല സ്റ്റാൻഡർഡൈസ്ഡ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നല്ലതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും വളരെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാസ് ടൈമാണ് പുറത്തു പോയി അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക. അത് വളരെ രുചിയേറിയതാണ്, എല്ലാവർക്കും കഴിക്കാൻ താല്പര്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള ആഹാരം പ്രത്യേകിച്ച് മഴക്കാലത്ത് കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ജലജന്യമായിട്ടുള്ള വെള്ളത്തിൽ നിന്ന് വരാവുന്ന ചില രോഗങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിഗ്ലേറിയയെക്കുറിച്ച്. നിഗ്ലേറിയൽ എൻസെഫലോമെനിഞ്ചൈറ്റിസ്, അതായത് വൃത്തിയില്ലാത്ത സ്വിമ്മിംഗ് പൂൾസ് വൃത്തിയില്ലാത്ത ജലാശയങ്ങളിൽ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മൂക്കിൻ്റെ അകത്തൂടെ ഈ ഒരു അമീബ എന്ന വകുപ്പിൽ പെടുന്ന നിഗ്ലേറിയ എന്ന് പറയുന്ന അണു അങ്ങ് ബ്രെയിനിലേക്ക് കയറി സൃഷ്ടിക്കുന്ന ഒരു കുഴപ്പമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി എന്ന് പറയുന്ന രോഗവും കാലിലെ മുറിവുകളിലൂടെ, ശരീരത്തിൽ എവിടെയെങ്കിലുമുള്ള മുറിവുകളിലൂടെയാണ് എലിയുടെ മൂത്രം കലർന്ന വെള്ളത്തിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ അതിലൂടെയാണ് ഇത് പടർന്നു പിടിക്കുന്നത്. അതുപോലെ തന്നെ ഷിസ്റ്റോസോമ എന്ന് പറയുന്ന മറ്റൊരണുണ്ട്. അതിപ്പം ഇൻഫെക്ഷൻസ് കുറവാണ്, നമ്മളെടുത്ത ചില നടപടികളുടെ ഭാഗമായി അത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജലജന്യ രോഗങ്ങൾ പലതുമുണ്ട്. അപ്പോൾ വൃത്തിയില്ലാത്ത ടാങ്കുകളിൽ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത സ്വിമ്മിംഗ് പൂൾസുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒക്കെ വ്യാപരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ശരീരഭാഗത്ത് മുറിവുകളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ആ സമയത്ത് ജോലി ചെയ്യാതിരിക്കുക. കാരണം നമുക്കറിയാം പലപ്പോഴും എലിപ്പനിയുടെ ഒരു ഉറവിടം തിരക്കി ചെല്ലുമ്പോൾ കാലിൽ ഒരു ചെറിയ മുറിവായിരിക്കും, അതിൽ നിന്നായിരിക്കും അണു എത്തുന്നത്. അതുപോലെ തന്നെ മറ്റ് ചില അസുഖങ്ങളുണ്ട്. വൃത്തിയില്ലാത്ത വെള്ളം കൊണ്ട് നമ്മൾ കണ്ണ് കഴുകുകയോ മുഖം കഴുകുകയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ പകരുന്ന പല അസുഖങ്ങളുമുണ്ട്. ചില കൺജങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ നേത്ര രോഗങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പടരാൻ ഇടയാവാറുണ്ട്. മഴക്കാലം എത്തുമ്പോൾ നമുക്കറിയാം, മഴക്കാലം നമുക്ക് വളരെ ആശ്വാസമുള്ള ഒരു സമയമാണ്. ഒരുപാട് കവികൾ വാഴ്ത്തിപ്പാടിയിട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെയൊക്കെ ഇരുന്നാൽ രോഗസാധ്യതകൾ വർദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ശുചിത്വത്തിനെക്കുറിച്ച് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. താങ്ക് യു.